ഒരുപാട് സഹാബാക്കളെ കണ്ട താബിഈങ്ങളിൽ പ്രമുഖനും പ്രസിദ്ധനുമായ ഹസൻ ബസ്രി റഹ്മഹുല്ല അദ്ദേഹം പറയുകയാണ്, അദ്റക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം ഹിർസൻ അലാ ഗമിക്കും വദനാനീരിക്കും. ഞാനൊരു സമൂഹത്തെ കാണുകയുണ്ടായി. സഹാബാക്കളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, കാനു അവരായിരുന്നു അശദ്ദ മിൻകും ഹിർസ അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ഗമിക്കും വദനാനീരിക്കും. നിങ്ങൾ ദിർഹമിനും ദീനാൽ വലിയായിരുന്നു അവർ അവരുടെ സമയങ്ങൾക്ക് അവർ കൽപ്പിച്ചിരുന്നത് എന്ന്. ഇതായിരുന്നു സഹാബാക്കളുടെ നയം. അവർ അവരുടെ സമയങ്ങളെ വളരെ ആലോചിച്ച് ചിലവഴിച്ചിരുന്നു. നാമോ 1 രൂപ ചിലവഴിക്കണമെങ്കിൽ നാം എത്ര ആലോചിക്കും? 1 രൂപ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ എത്ര നാം ഖേദിക്കും? ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ദിവസത്തിലെ 1 മണിക്കൂറെങ്ങാനും വെറുതെ പോയാൽ, 1 ദിവസമെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അങ്ങേ അറ്റം വേദനിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് അവരുടെ കൂടെ നടന്നവരുടെ കാര്യങ്ങൾ അടുത്തെറിഞ്ഞ ഹസൻ ബസ്രി റഹ്മഹുല്ല അദ്ദേഹം പറയുകയാണ്. എന്താണ് അതിന് കാരണം? മാമിൻ യൗമിൻ യൻഷഖു ഫജ്റു ഇല്ലാ വയുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫഗ്തനിംനി ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഇവിടെ ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതത്തിന്റെ തുടക്കത്തിൽ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, യബ്ന ആദം, മനുഷ്യപുത്ര, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ദിവസമാണ്. വഅലാ അമലിക ഷഹീദ്, നീ ഇന്നേ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ഞാൻ ദൃക്സാക്ഷിയാണ്. ആയതിനാൽ ഫഗ്തനിംനി, കഴിവിന്റെ പരമാവധി എന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോ. കാരണം എന്താ? ഫഇന്നി ഇദാ മളൈതു, ഞാനാകുന്ന സമയം ആ ദിവസം അങ്ങ് കഴിഞ്ഞു കടന്നാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, പിന്നീട് ഒരിക്കലും തിരിച്ചു വരികയില്ല. ഞാൻ തിരിച്ചു വരുന്ന ഒരാളല്ല, പോയാൽ അത് പോയത് തന്നെ. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന സമയങ്ങൾ ഒരിക്കലും അത് തിരിച്ചു വരികയില്ല. അതുകൊണ്ടാണ് സമ്പത്തിനേക്കാൾ മൂല്യം സമയത്തിനുണ്ട് എന്ന് പറയുന്നത്. നാം എല്ലാവരും വാച്ച് കെട്ടാറുള്ളവരാണ്. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച്, നാം ചുമരിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്ക്, അതിൻ്റെ സൂചികൾ ഒരിക്കലും പിറകോട്ട് കറങ്ങാറില്ല. അതിൻ്റെ ഗമനം അത് മുന്നോട്ട് തന്നെയാണ്. സമ്പത്തെന്ന് പറയുന്നത് ഇന്ന് പോകുന്ന നാളെ വരും, അല്ലെങ്കിൽ നമുക്ക് അധ്വാനിച്ചതിനെ വീണ്ടെടുക്കാൻ കഴിയും. സമയമെന്ന് പറയുന്നത് അങ്ങനെയല്ല. വമൽ മർഉ ഇല്ലാ റാഖിബുൽ ലഹ്റ ഉംരി അലാ സഫരി യുഫ്നീഹി ബിൽ യൗമി വശഹരി യബീതു വയൽഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയ ഖരീബൻ ഇലൽ ഖബരി. എന്താണ് കാരണം? മനുഷ്യൻ ആയുഷ്കാലമാകുന്ന അവന്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും അതിലൂടെ അവന്റെ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കഴിഞ്ഞു കിടക്കുമ്പോൾ അവന്റെ യാത്രയിലൂടെ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് എവിടേക്കാണെന്ന് അറിയുമോ? ബഈദൻ അനിദ് ദുനിയ ഖരീബൻ ഇലൽ ഖബരി. അവൻ ജീവിച്ചിരിക്കുന്ന ദുനിയാവിൽ നിന്നുമുള്ള ദൂരം അത് കുറഞ്ഞു പോകുകയും അവസാനം അവൻ അന്ത്യവിശ്രമം കൊള്ളുവാനുള്ള ഖബറിലേക്കുള്ള ദൂരം അടുത്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികളെ, നാം ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സഹാബാക്കളെ കുറിച്ച് പറഞ്ഞ ഹസൻ ബസ്രി റഹ്മഹുല്ല അദ്ദേഹം പറയുകയാണ്, ആ സഹാബാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ നദിംതു ഷൈഅ അലാ യൗമിൻ നദമി അലാ യൗമിൻ ഗറബത് ശംസു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കൊരു ദിവസത്തിന്റെ മേലും എനിക്ക് ഖേദിക്കേണ്ടയോ വിഷമിക്കേണ്ടോ വന്നിട്ടില്ല, ഒരു ദിവസത്തെ പോലെ. ഏതാണ് ആ ദിവസം? ഗറബത് ശംസു, സൂര്യൻ അസ്തമിക്കുകയും, സൂര്യൻ അസ്തമിച്ച ദിവസം
എൻ്റെ ആയുസ് കുറയുകയും എൻ്റെ അമലുകളിലൊന്നും പ്രത്യേകം വർധനവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ദിവസത്തെ കുറിച്ചല്ലാതെ, അങ്ങനത്തെ ഒരു കാര്യത്തിലല്ലാതെ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബി പറയുകയാണ്. ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് ലഭിച്ചതായ സമയങ്ങളെ അവർ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി. ഓരോ സമയങ്ങളെയും ആലോചിച്ച് സൂക്ഷിച്ചവർ ചിലവഴിച്ചു. നന്മയായ കാര്യങ്ങൾ കേൾക്കുവാൻ, പറയുവാൻ, പ്രവർത്തിക്കുവാൻ. വിശുദ്ധ ഖുർആനിൽ ഈ സമയത്തിൻ്റെതായ മഹത്വത്തെ കുറിച്ച് എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങളെ കുറിച്ച് അല്ലാഹു എത്ര സ്ഥലങ്ങളിലാണ് സത്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെ സത്യം. വൽ ളുഹ, ഇളയുച്ചയെ തന്നെ സത്യം. വൽ ലൈൽ, രാത്രിയെ തന്നെ സത്യം. ഇങ്ങനെ ദിവസത്തിൽ വ്യത്യസ്ത സമയങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നത്. കാലത്തെ സത്യം ചെയ്ത സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട് വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. മനുഷ്യ, കാലമാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ആരൊഴികെ ഇല്ലല്ലദീന ആമനു, ഈ കിട്ടിയ കാലയളവിൽ വിശ്വാസം കൈമുതലാക്കി, നല്ല പ്രവർത്തികൾ ചെയ്ത് ക്ഷമ കൈമുതലാക്കി ഈ സമയങ്ങളെയെല്ലാം കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണെന്ന് പറയുകയാണ്. ആയതിനാൽ എൻ്റെ ബഹുമാനികളെ, സമയമെന്ന് പറയുന്നത് അനർഘമാണ്, വിലമതിക്കാനാകാത്തതാണ്. അതുകൊണ്ട് അതിനെ കഴിവിന്റെ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ചില ആൾക്കാരോട് അങ്ങേ അറ്റത്തെ ദേഷ്യമാണ്. എന്താണ് കാരണം? ഒഴിവ് സമയങ്ങൾ കിട്ടിയിട്ട് ദുനിയാവിനും ആഖിറത്തിനും പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന മനുഷ്യനോട് എനിക്ക് അങ്ങേ അറ്റത്തെ ദേഷ്യമാണെന്ന് ബഹുമാനപ്പെട്ട സഹാബി പറയുകയാണ്. ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയപ്പോൾ അദ്ദേഹം അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു വൃക്ഷ ചുവട്ടിലിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്നതായ കുറച്ച് കുട്ടികൾ ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നു. അദ്ദേഹവുമായി കുശലാന്വേഷണം നടത്തി. അതിൽപ്പെട്ട ഒരു കുട്ടി പറഞ്ഞു, അപ്പൂപ്പ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമോ? ആ വൃദ്ധനായ മനുഷ്യൻ കഥ പറയാൻ ആരംഭിച്ചു. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ണെത്താ ദൂരം വിശാലമായ കൃഷിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പതിവുപോലെ തൻ്റെ കൃഷിപ്പാടത്ത് പോയി അദ്ദേഹം കിളച്ച് ഉഴുതുമറിച്ച് വരും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ കൃഷിപ്പാടത്തിലേക്ക് പോയി കിളയ്ക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ തൂമ്പയിൽ അല്ലെങ്കിൽ പണിയായുധത്തിൽ എന്തോ ഒരു വസ്തു തടഞ്ഞു. അദ്ദേഹം ആ ഭാഗം കുറച്ച് ആഴത്തിൽ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു പെട്ടി. ആ പെട്ടി തുറന്നതും അദ്ദേഹം ആ പെട്ടിക്കകത്ത് നിറച്ചും കുറെ കല്ലുകൾ. അദ്ദേഹം ആലോചിച്ചു, ഇതാരായിരിക്കും ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനമാണുള്ളത്? അദ്ദേഹം അല്പം ചിന്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തോന്നി, കൃഷികളെല്ലാം വളർന്ന് വിളവെടുക്കാറാകുമ്പോഴത്തേക്ക് ഒരുപാട് പക്ഷിക്കൂട്ടങ്ങൾ വരും. അപ്പം അതിനെ എറിഞ്ഞോടിക്കുവാൻ വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്താം. അത് മനസ്സിലാക്കി അദ്ദേഹം ആ പെട്ടിയുമായിട്ട് അദ്ദേഹം മടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെതായ കൃഷികൾ കിളിർത്തു, വളർന്നു, പൂത്തുലഞ്ഞു, വിളവെടുക്കാൻ സമയമായി. പതിവുപോലെ എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ പക്ഷിക്കൂട്ടങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നതായ കല്ലുകളെ വാരിയെറിഞ്ഞ പക്ഷിക്കൂട്ടങ്ങളെ തുരത്തി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കല്ലുകളുടെ എണ്ണം കുറഞ്ഞു. വാരിയെറിഞ്ഞ് അദ്ദേഹം ഓരോ കല്ലുകളായിട്ട് അദ്ദേഹം എറിയാൻ തുടങ്ങി. ആ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ ഒരു കല്ല് വന്ന് വീണു. ആ കല്ല് അദ്ദേഹം എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ
കൃഷിക്കാരൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഇനിയും ഇതേപോലത്തെ കല്ലുകൾ നിങ്ങളുടെ അടുക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ആ കല്ലുകൾ എനിക്കിതാ, അതിനു പകരമായി ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരാം. ഇത് കേട്ട ആ കൃഷിക്കാരൻ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. കല്ലുകൾക്ക് സ്വർണ്ണ നാണയമോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഇത് വിലപിടിച്ച രത്നക്കല്ലുകളാണ്. ഈ ഓരോ കല്ലിനും നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇത് കേട്ടതും ആ കൃഷിക്കാരൻ സങ്കടത്തിലായി, വിഷമത്തിലായി. തൻ്റെ പാടത്തിലേക്ക് ഇറങ്ങി ആ ചേറിൽ കിടന്ന് അദ്ദേഹം പരതി. അദ്ദേഹത്തിന് ഒരു ചില കല്ലുകൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. ബാക്കി കിട്ടിയ കല്ലുമായിട്ട് ആ വ്യാപാരിയായ മനുഷ്യൻ അദ്ദേഹം നടന്നു നീങ്ങി. കുട്ടികൾ ചോദിച്ചു, കഷ്ടം, എത്ര വിഡ്ഢിയാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിന് കിട്ടിയതായ വസ്തുക്കൾ, കിട്ടിയതായ ആ കല്ല്, അതിൻ്റെ വില മനസ്സിലാക്കാൻ അദ്ദേഹം വെറുതെ എറിഞ്ഞു കളഞ്ഞല്ലോ. ഉടനെ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, അതെ, അതിനേക്കാൾ വില പിടിച്ചതായ, നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു വരാത്തതായ ഒരു വസ്തു നിങ്ങളുടെ കയ്യിലുമുണ്ട്. ആ കൃഷിക്കാരൻ വലിച്ചെറിഞ്ഞതുപോലെ, നഷ്ടപ്പെടുത്തിയതുപോലെ നിങ്ങളും അതിനെ വലിച്ചെറിയരുത്, നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, പാഴാക്കരുത്. അത്ഭുതത്തോടുകൂടി ആ കുട്ടികൾ ചോദിച്ചു, അത് എന്താണ് അപ്പുപ്പ? ആ വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞു, അതെ, അത് സമയമാണ്. ആ സമയത്തെ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. വളരെ സൂക്ഷിച്ച് ആലോചിച്ച് നിങ്ങൾ ചിലവാക്കുക. സമയമെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന വസ്തുവാണ്, അവൻ്റെ ഉയർച്ചകളും അവൻ്റെ താഴ്ചകളും. ആയതിനാൽ എൻ്റെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ കാലം അത് പഠനകാലമാണ്. ആയതിനാൽ നിങ്ങൾക്ക് കിട്ടിയതായ ഒഴിവുവേളകളെ, നിങ്ങളുടെ സമയങ്ങളെ കഴിവിൻ്റെ പരമാവധി ഈ കാലയളവിൽ നിങ്ങൾക്ക് എന്തെല്ലാം നേടാൻ അതെല്ലാം നിങ്ങൾ നേടുക. എങ്കിൽ നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ മഹാന്മാർ അവരെല്ലാവരും അവർ ഉയർന്നതായ അവസ്ഥയിലെത്തിയത് അവരവരുടെ സമയത്തെ ചിട്ടപ്പെടുത്തി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തിയതിൻ്റെ പേരിലാണ്. അതേപോലെ നമ്മുടെ നീയത്തുകൾ നന്നാക്കി ത്യാഗത്തോടുകൂടി പരിശ്രമത്തോടുകൂടി ദീനിൻ്റെ ഇൽമുകൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മുൻഗാമികളുടെ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരാം, നിങ്ങൾക്കും ഉയരാം. അല്ലാഹു നിങ്ങൾക്കേവർക്കും സുന്ദരമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും സ്വന്തത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഉലമാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.